ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിനെതിരെ പരാതിക്കാരൻ ഉപഹർജി നൽകിയേക്കും. നിയമനം സംബന്ധിച്ച് പരാമർശമില്ലെന്ന സാഹചര്യത്തിലാണ് തീരുമാനം. അതോടൊപ്പം സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ഭിന്നശേഷി സംവരണം അടിസ്ഥാനമാക്കി ഇറക്കിയ ഉത്തരവിൽ ഇത് കീഴ്വഴക്കമാക്കില്ലെന്ന് എഴുതി ചേർത്തത് കോടതിയെ ലക്ഷ്യമാകും. അടുത്ത മാസം 25-നാണ് സുപ്രീംകോടതി കേസ് പരിഗണിക്കുക. ഹൈക്കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഡോക്ടർ ബി ഉണ്ണികൃഷ്ണന്റെ സ്ഥാനക്കയറ്റം അനുവദിച്ച് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡെ ഉത്തരവിറക്കിയത്. എന്നാൽ നിയമനം സംബന്ധിച്ച് പരാമർശമില്ലാത്തതിനാൽ പരാതിക്കാരൻ ഉപഹർജി നൽകിയേക്കും. അതോടൊപ്പം സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ഭിന്നശേഷി സംവരണം അടിസ്ഥാനമാക്കി ഇറക്കിയ ഉത്തരവിൽ ഇത് കീഴ്വഴക്കമാക്കില്ലെന്ന് എഴുതി ചേർത്തിരുന്നു. അടുത്ത മാസം 25-ന് സുപ്രീംകോടതി കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യം കോടതി അലക്ഷ്യമായി ചൂണ്ടിക്കാട്ടും. ഡോക്ടർ ഉണ്ണികൃഷ്ണനെ നിയമിക്കാൻ 2023 ഓഗസ്റ്റിലാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. എന്നാൽ വിധി നടപ്പാക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. തുടർന്നാണ് കോടതി അലക്ഷ്യ ഹർജിയുമായി ഉണ്ണികൃഷ്ണൻ ഹൈക്കോടതിയിലെത്തിയത്. ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായി ആരോഗ്യവകുപ്പ് സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ തിരിച്ചടി നേരിട്ടതോടെ പുനഃപരിശോധനാ ഹർജി നൽകി. അതും തള്ളിയ സാഹചര്യമാണ് ഉണ്ടായത്. നിയമന ഉത്തരവിട്ടില്ലെങ്കിൽ സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്ന് ഡിസംബർ 10-ന് കോടതി നിർദ്ദേശിച്ചെങ്കിലും ഹാജരാകാതെ വന്നതോടെയാണ് വാറന്റിലേക്ക് കടന്നത്. ഇതിന് പിന്നാലെയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അസാധാരണമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജനം, തിരുവനന്തപുരം.